നമുക്ക് കോസ്മെറ്റിക് ഗൈനക്കോളജി എന്നുള്ള വിഭാഗത്തെക്കുറിച്ച് പലരും കേട്ടിട്ടുണ്ടാവും. അപ്പം കോസ്മെറ്റിക് ഗൈനക്കോളജി ഇപ്പോൾ വളരെ പ്രചാരം ഏറി വരുന്ന ഒരു ഏരിയ ആണ്, ഒരു ഫീൽഡാണ് ഗൈനക്കോളജിയിൽ. നമ്മൾ കൂടുതലായിട്ടും കോസ്മെറ്റിക് എന്നുള്ള വാക്ക് നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് സ്കിന്നിൽ, മുഖത്തുള്ള സ്കിന്ന് എങ്ങനെ ഭംഗിയാക്കാം എന്നുള്ളതിനെ കുറിച്ച്, ചികിത്സാ രീതികളെ കുറിച്ചാണ് കോസ്മെറ്റിക് എന്നുള്ള വാക്കുകൊണ്ട് പലപ്പോഴും നമ്മൾ ചിന്തിക്കുക. പക്ഷേ ഇന്ന് പല കുട്ടികൾക്കും അല്ലെങ്കിൽ പല സ്ത്രീകൾക്കും അത് പ്രൈവറ്റ് ഏരിയയുടെ പ്രശ്നങ്ങളും ആയിട്ടും പലരും വരുന്നുണ്ട്. അപ്പം പണ്ടത്തെ കാലത്ത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അതിന് പുതിയ ചികിത്സാ രീതികൾ അവൈലബിൾ ആണ്. അത് സർജറി കൂടാതെ തന്നെയുള്ള എന്നാൽ മെഡിസിൻ അല്ലാത്ത നോൺ സർജിക്കൽ ഒരുപാട് മെത്തേഡ്സ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം എന്തൊക്കെ കാര്യങ്ങൾക്കാണ് പൊതുവെ ഈ കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിട്ടാണ് പേഷ്യൻസ് വരുന്നത് നോക്കാം. യൂഷ്വലി കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അവർക്ക് യോനി ഭാഗത്ത് ഉണ്ടാവുന്ന കറുപ്പ് നിറം. അപ്പം ഈ അടുത്ത കാലത്തായിട്ട് പല ടീനേജ് കുട്ടികൾക്കും ഈ ബുദ്ധിമുട്ട് കൂടുതലാണ്. കാരണം PCOD എന്നുള്ള ഒരു PCOS എന്നുള്ള ഒരു പ്രോബ്ലം പലർക്കും ടീനേജ് പ്രായത്തിൽ കണ്ടുവരുന്നതുകൊണ്ട് യോനി ഭാഗത്തും അതുപോലെ കഴുത്തിന് ചുറ്റും കാണുന്ന കറുപ്പ്, അതുപോലെ ചില ആൾക്കാർക്കാണെങ്കിൽ തൈസിന്റെ ഉൾവശത്തായിട്ടായിരിക്കും കറുപ്പ് നിറം കാണുക. അപ്പം ഇത് അവരുടെ ഒരു സൗന്ദര്യ പ്രശ്നമായിട്ട് തന്നെയാണ് അവർ പലരും വരുന്നത്. അപ്പം അതിന് നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് സ്കിൻ കെമിക്കൽ പീൽസ്. അപ്പോൾ നമ്മൾ യൂഷ്വലി പീൽസ് നമ്മൾ സ്കിന്നിലാണ്, ഫേസിലെ സ്കിന്നിലാണ് പലപ്പോഴും നമ്മൾ ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് പ്രൈവറ്റ് ഏരിയയിൽ ഈ ഡാർക്ക്നെസ് കുറയ്ക്കാനുള്ള പീൽസ് അവൈലബിൾ ആണ്. അത് കെമിക്കൽ പീൽസ് ആണ്. നമുക്കത് OPD പ്രൊസീജിയർ ആയിട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ തീരെ വേദനയില്ലാത്ത ഒരു പ്രൊസീജിയറാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ പീൽസ് അപ്ലൈ ചെയ്തതിന് ശേഷം ചെറിയൊരു ആഫ്റ്റർ കെയർ ഉണ്ട്, അത് നമ്മൾ പറഞ്ഞു കൊടുക്കും. തികച്ചും വേദനാരഹിതവുമാണ്. അതുപോലെ OPD പ്രൊസീജിയർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് പോകാവുന്നതാണ്. പിന്നെ ഈ കെമിക്കൽ പീൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇമീഡിയറ്റ് റിസൾട്ട് അല്ല. അതുപോലെ തന്നെ 100% ഒരു വ്യത്യാസം, അതായത് ഫുൾ വൈറ്റനിങ് ആവുകയല്ല ചെയ്യുന്നത് സ്കിന്ന്. നമ്മുടെ നോർമൽ സ്കിൻ ടോണിലേക്ക് ഒരു 70 to 80% വരാനുള്ള സാധ്യതയാണ് ഉണ്ടാവുക. അപ്പം വളരെ ഡാർക്കൻ ആയിട്ടുള്ള സ്കിൻ ആണെങ്കിൽ അതിന്റെ ആ ഡാർക്ക്നെസിന്റെ ഷെയ്ഡ് കുറഞ്ഞ് വരും എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു റിസൾട്ട് ഒരു 70 to 80% റിസൾട്ടാണ് നമ്മൾ ഇതിന് എക്സ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ അത് ഇപ്പോൾ ഒരു കെമിക്കൽ പീൽ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കുറവ് തോന്നുകയാണെങ്കിൽ ഒരു 4 വീക്സ് അല്ലെങ്കിൽ ഒരു 6 വീക്സ് കഴിയുമ്പോൾ അടുത്ത സെഷൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്കൊരു 3 സെഷൻസ് വരെ ചെയ്യാം, മാക്സിമം 6 സെഷൻസ് വരെ ചെയ്യാവുന്നതാണ്. പിന്നെ അതിന്റെ ആഫ്റ്റർ കെയറും വളരെ എളുപ്പമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ റബ്ബ് ചെയ്യരുത്. ചെറുതായിട്ട് ചിലപ്പോൾ ഒരു റെഡ്നെസ്സും ചെറിയൊരു ചൊറിച്ചിലും ഒക്കെ ഉണ്ടാവാം എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ കോശങ്ങൾ കുറച്ചിങ്ങനെ പൊളിഞ്ഞ് വരാം. അപ്പോൾ അതുകൊണ്ട് മോയ്സ്ചറൈസർ ക്രീം അപ്ലൈ ചെയ്താൽ മതി.